ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 മാത്തമാറ്റിക്സിൻ്റെ പാർട്ട് 1 ഒന്നാമത്തെ ചാപ്റ്റർ. കുഞ്ഞുങ്ങളെ പുതിയ പുസ്തകമാണ്, കാണുന്നുണ്ടോ? പുതിയ പുസ്തകം നോക്കിയേ, മാത്സിൻ്റെ. ഞാൻ നേരത്തെ ഒരു ലിങ്ക് ഇട്ടായിരുന്നു, എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? വരകൾ. ആൻഡ് സർക്കിൾസ് എന്ന് വെച്ചാലോ സർക്കിള്, വൃത്തങ്ങൾ അല്ലേ? ഈ നോക്കിക്കേ, ഒന്നാമത്തെ പാഠത്തിൽ കുറേ ലൈനുകളും സർക്കിളുകളെ കുറിച്ചുമൊക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എ ബ്രിഡ്ജ് മെയ്ഡ് വിത്ത് അപ്രൈറ്റ് പില്ലേഴ്സ് ആൻഡ് സ്ലാൻഡഡ് സപ്പോർട്ട്. ഇവിടെ കുത്തബ് മിനാർ, ഇങ്ങനെയൊക്കെ കുറേ കുത്തബ് മിനാറിൻ്റെയും കുറേ ഒരു ചെയർ പോലുള്ളതും ഇതിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിനകത്തിൽ ഈ പടങ്ങളെക്കുറിച്ചൊക്കെയാണ് കേട്ടോ. ഇതിനകത്തിൽ പരീക്ഷയ്ക്ക് ഈ പടം വരയ്ക്കാനോ അങ്ങനെയുള്ളതൊന്നും ചോദിക്കത്തില്ല. ഇതൊക്കെ ഓരോ ലൈൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എടുക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഒരു ചതുരം വരയ്ക്കുന്നത്, നമുക്കിതൊക്കെ കണ്ടോ, പടം കണ്ടോ, ഇതൊക്കെയുണ്ട്. ഇതിനകത്തുള്ളൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സത്യത്തിൽ ചോദിക്കുന്നതല്ല കേട്ടോ. അതായത് ഈ ബ്രിഡ്ജ് പ്ലാൻ ചെയ്ത് ഇതെങ്ങനെ വരയ്ക്കാൻ പറ്റും നോക്കിയേ. നിങ്ങളെയും കൊണ്ട് ഇത് വരയ്ക്കാൻ പറ്റുമോ നോക്കിയേ? വരയ്ക്കാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യണേ. കണ്ടോ, അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൊടുത്തേക്കുന്നത് കണ്ടോ? ഓക്കെ, അതിനൊക്കെ വേണ്ടി വെറുതെ സമയം കളയണ്ട. നോക്കൂ കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ്. എന്താണ് ഒരു റെക്റ്റാങ്കിൾ? നിങ്ങൾ 5ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. നമുക്ക് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറ്റും അല്ലേ? സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ലെങ്ത് മീൻസ് നീളമാണ്. ലെങ്ത് എന്ന് വെച്ചാൽ നീളം, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിട്ട് എന്ന് വെച്ചാൽ വീതിയാണ്. അപ്പം നീളം 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററുമാണ്. എന്താ കുഞ്ഞുങ്ങളെ? നീളം നമ്മൾ ആദ്യമേ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. നീളം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. നോക്കിക്കേ, 5 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 0 മുതൽ, 0 കണ്ടോ, 0 മുതൽ, അതായത് ചില കുട്ടികൾ 1 മുതൽ 5 വരെ എടുക്കും കേട്ടോ. അങ്ങനെ എടുക്കല്ലേ, 0 മുതൽ 5 വരെയാണ് എടുക്കേണ്ടത് കണ്ടോ. ഈ 0യിൽ തന്നെ കുത്തണേ കുഞ്ഞുങ്ങളെ, ഇല്ലെങ്കിൽ അളവ് തെറ്റും. 0 മുതൽ 5 വരെ ഇതെന്താ പറയുന്നത്? ലെങ്താണ് അല്ലേ? ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എത്ര പറയുന്നത്? ഇത് 5 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? 5 സെൻറ്റിമീറ്റർ. ഇതെത്ര കുഞ്ഞുങ്ങളെ? ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. അത് നേരെ വെച്ചാൽ മതിയല്ലോ. സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മാത്രമാണ് ഇപ്പം ഞാൻ പറയുന്നത്. സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും. ലെങ്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററുമുള്ള ഒരു ചതുരം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇതിൻ്റെ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എത്ര? 3 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം എന്ന് പറയുന്നത്. എന്നാൽ 4 വശങ്ങളുള്ള വേറെയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്കത് പഠിക്കാനില്ല. എന്ന് വെച്ചാൽ 4 വശം ഉണ്ടെങ്കിൽ അതിനെന്താണ്? സ്ക്വയറുണ്ട്. അതായത് 4 വശവും ഈക്വലായിട്ടുള്ളതിനെ സ്ക്വയർ എന്ന് പറയും. ഇത് 4 സൈഡും ഒരുപോലെയാണോ? അല്ല. നിങ്ങൾക്കത് പഠിക്കാനില്ലെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 4 സൈഡുള്ളതാണ് പാരലോഗ്രാം ഉണ്ട്, അറിയാമോ? റോംബസ്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് പോട്ടെ. ഇതിപ്പോൾ നമ്മൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം കണ്ടോ. ടെസ്റ്റിൽ അത് പറഞ്ഞേക്കുന്നുണ്ടോ? ഫസ്റ്റ് ഡ്രോ എ ബോട്ടം ലൈൻ യൂസിങ് എ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഫസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബോട്ടം എന്ന് വെച്ചാൽ അടിഭാഗം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ഞാൻ സ്കെയില് പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് കണ്ടോ, ഈ സാധനം നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാം കേട്ടോ. സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്നാണ്. നോക്കിക്കേ, ഈ സെറ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഇതാണ് സെറ്റ് സ്ക്വയർ. ഇതാണ് സെറ്റ് സ്ക്വയർ. കാണുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ. ഇതിനൊക്കെ ഓരോ മെഷറുണ്ട്. ഞാൻ കഴിഞ്ഞ ലിങ്കിനകത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ മെഷറുണ്ട്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു സെറ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. ഒരു സെറ്റ് സ്ക്വയർ 180 ഡിഗ്രിയാണ്. ഇതും 180 ഡിഗ്രിയാണ്. അതിൻ്റെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു റഫായിട്ടൊരു പേപ്പർ എടുത്തിട്ട് നോക്കണേ. ഈ സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ നോക്കണം കേട്ടോ.
ചെറുതിൻ്റെ ഈ ചെറിയ വശം എപ്പോഴും നിങ്ങളുടെ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഏത് വശത്തോട്ട് വെച്ചാൽ മതി, ഈ വശം എപ്പോഴും 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ചെറിയ വശം 30 ഡിഗ്രി ആയിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ ഞങ്ങളെ? ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഈ ചെറിയ വശം 30ഉം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന അപ്പോൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രിയാണ് കേട്ടോ. ഇത് 90 ഡിഗ്രിയും ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ എത്ര? 180. ഇനി അതുപോലെ ഇതും എന്താണ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതിങ്ങനെ വെച്ചിട്ട് എന്താ ഇതിൻ്റെ ഇത് ഒരുപോലെ 2 വശവും ഒരുപോലെ ആയിരിക്കുന്നത് അല്ലേ? മുകളിൽ നേരെ കണ്ട 2 വശവും ഒരുപോലെ ഇരിക്കുമ്പോൾ എന്താണ്? ഇത് 45 ആണ്. ഇതെത്രയാണ്? 45. ഇതും 45 ആണ്. ഇത് 90 ആണ്. 45ഉം 45യുടെ കൂട്ടുമ്പോൾ 90, 90യോടുകൂടി 90യുടെ കൂട്ടുമ്പോൾ 180. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഒരു സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ എപ്പോഴും 180. ടീച്ചറെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കയറി ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഈ സെറ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ 180 ഡിഗ്രി അല്ലേ? ഈ സെറ്റ് സ്ക്വയറിൻ്റെ വശങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമേതാ? ഒരുപോലെ ഇരിക്കുന്ന 2 വശമാണെങ്കിൽ അത് എത്ര? ഒരുപോലെ ഇരിക്കുന്ന 2 വശമാണെങ്കിൽ 45, 45 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റ് 90ഉമാണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഏറ്റവും ചെറിയ വശം ഞങ്ങൾക്കറിയാം എത്രയാ? 30 ഡിഗ്രിയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം എത്രയാണ്? 60 ഡിഗ്രിയാണ്. അതിൻ്റെ നേരെ മുകളിൽ കാണുന്നത് എപ്പോഴും എത്ര? 90 ഡിഗ്രിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കിവിടെ ഡിഗ്രി ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും ഈ സാധനത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളോട് ടീച്ചർ പറഞ്ഞത്, ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങളെ? നിങ്ങൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഈ സെയിം പടം നമ്മളിപ്പോൾ വരച്ചില്ലേ, ഈ പടം ഒന്ന് വരയ്ക്കാൻ. എന്താ? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നോക്കൂ നിങ്ങൾ, ഇതിൽ തന്നെ മെഷർ തന്നിട്ടുണ്ട്. എത്ര? 5 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ. നോക്കാം, നമുക്ക് വരയ്ക്കാം. എത്ര? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റി, 0-ലാണേ മറക്കല്ലേ. 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വരയ്ക്കുക. കണ്ടോ? 0 മുതൽ 5. ഇനി ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എന്താ? നേരെ തിരിച്ച് തണ്ടേ ഇങ്ങനെ വെച്ചുകൂടായോ? വെക്കാമോ? നേരെ വരയ്ക്കാനല്ലേ. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ? എത്ര നിങ്ങളോട് പറഞ്ഞാൽ? 3. ഇങ്ങോട്ട് 3. ഇവിടെ നോക്കിക്കേ, നേരെ ഇങ്ങനെ തിരിച്ചും വെക്കാം, എന്നിട്ട് ഇങ്ങനെയും വെക്കാം. കണ്ടോ? ഈ സെറ്റ് സ്ക്വയർ ഉണ്ടോ? ഇത് മാത്രം മതി, സ്കെയിലിൻ്റെ ആവശ്യമേ ഇല്ല. ഇതിങ്ങനെ വെച്ചാൽ എന്താ? നമുക്ക് 3 എടുത്തുകൂടായോ? ഇത്ര 3 അല്ലേ പറഞ്ഞത്? ഓക്കെ, 3. കണ്ടോ? ഇനി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 5 വരുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ 0 മുതൽ 5 വരുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ഫോക്കസ് കാണുന്നുണ്ടോ? ഓക്കെ, ബ്രൈറ്റ്നസ് കൂടി കിടക്കുവാണോ? ഇപ്പോൾ കാണാമോ? ഇത്ര 5. കണ്ടോ? 5-ലല്ലേ വന്ന് നിൽക്കുന്നത്? കയ്യിലായതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് നമ്മളെപ്പോഴും കണക്ക് സമാധാനത്തെ ചെയ്യണം കേട്ടോ. 5 കണ്ടോ? മുമ്പ് കിട്ടിയ അതേപോലെ കിട്ടിയില്ലയോ? ഇവിടെ എത്ര വന്നത്? 5. ഇവിടെയും 5, ഇവിടെയും 3, ഇവിടെയും 3. കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? അപ്പം നിങ്ങളുടെ ടെസ്റ്റിൽ നാണ്ടേ കണ്ടോ? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലയോ? ഇനി സെറ്റ് സ്ക്വയർ ഇതിപ്പം നമ്മൾ എന്താ നേരെ വരച്ചു. ഇനി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളോട് കണ്ടോ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പടം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, എന്താ ചോദിച്ചത്? നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ പടം തന്നിട്ട് ഒരു മിനിറ്റ്, ബ്രൈറ്റ്നസ്സിൽ എന്തോ ഒരു നോക്കിക്കേ, ഈ പടം തന്നിട്ട് ഇത് നേരെയാണോ ഇരിക്കുന്നതെന്ന് നിങ്ങളോട് ചോദിക്കുക. ഇത് നേരെ ഇരിക്കുകയാണോ എന്ന് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും? എന്താണ്ട് ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നിങ്ങൾ നേരെ വെച്ച് നോക്കണം. ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. സെറ്റ് സ്ക്വയർ വെച്ച് നോക്കുമ്പോൾ ഒരു സൈഡ് ഒരു ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നേരെ അല്ല എന്നതാണ് കാണിക്കുന്നത്. ഒരു ഇച്ചിരി ഇവിടെ നീങ്ങിയിരിക്കുക. ടെസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം ഇച്ചിരി. അപ്പോൾ ഇത് നേരെ അല്ല എന്നാ. ബോട്ടം സൈഡ് നൗ മെഷർ ദ ബോട്ടം സൈഡ് ആൻഡ് ടോപ്പ് സൈഡ് ആർ ദേ ഓഫ് ഈക്വൽ ലെങ്ത്. അല്ല, ഇതിൻ്റെയാ എന്താ? ഇത് സ്ട്രൈറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അല്ലല്ലോ, ഇച്ചിരി ചെയ്യാണ്ടോ ഇവിടെ ഇങ്ങനെ വെളിയിലോട്ടിരിക്കുക. അപ്പോൾ അത് സ്ട്രൈറ്റ് അല്ല. ഇനി നമ്മളോട് വേറൊരെണ്ണം വരയ്ക്കാൻ പറയുക. ഡ്രോ എ ലോങ് ലൈൻ ആൻഡ് മാർക്ക് ഓഫ് 5 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ്. അതായത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നിങ്ങളോട് ഇത് നോക്കിക്കേ, ഇവിടെ എത്ര? 5. ആ 5 തന്നെ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ്. എന്താണ്? അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 10 സെൻറ്റിമീറ്റർ നീളത്തിൽ നിങ്ങൾ എടുക്കുക. എത്ര? 10 സെൻറ്റിമീറ്റർ. നോക്കിക്കേ, സ്കെയിൽ എടുത്തിട്ട്
10 നമുക്ക് എന്താ സെറ്റ് സ്ക്വയറിൽ 10 സെൻറ്റിമീറ്റർ ഇല്ലാത്തതുകൊണ്ട് സ്കെയിലിൽ നമുക്ക് താഴത്തെ 10 സെൻറ്റിമീറ്റർ എടുക്കാം. കാണുന്നുണ്ടോ? 0 മുതൽ 0യിൽ ഇച്ചിരി നല്ലപോലെ ഒന്ന് കടുപ്പിച്ച് കുത്തുക കേട്ടോ. 0 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ വരയ്ക്കുക. എന്നിട്ട് ഈ 5ലൊരു കുത്ത് കൊടുക്കുക. 5 കാണാൻ പറ്റുന്നുണ്ടോ? 0 മുതൽ ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ്. 0 മുതൽ എന്താ 5 to 10 കാണുന്നുണ്ടല്ലോ നിങ്ങളെ. ഇനി നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഒന്നാമത്തെ ഏത് വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് നമുക്ക് ആ വലുതെടുക്കാം. വലിയ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ആണേ, ഇത് വലിയ സെറ്റ് സ്ക്വയർ. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നാണ് പറയുന്നത്. അതെ നോക്കണേ. അതെ ഇതിങ്ങനെ അങ്ങ് വെക്കുക. അവർ പറയുന്നത് സെറ്റ് സ്ക്വയർ ഇങ്ങനെ നേരെ ആ ലൈനിൽ വെക്കുക. കണ്ടോ? ആ ലൈനയിൽ താഴത്തെ കണ്ടോ? ആ ലൈനെ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ ചരിച്ച്, ഇത് പലർക്കും ചെയ്തപ്പോഴും തെറ്റുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ പല രീതിയിലാണ് കിട്ടിയത്. ഈ വരയെ തന്നെ വെക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ നേരെ അങ്ങോട്ടൊരൊറ്റ വര അങ്ങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ നീക്കിയിട്ട് കണ്ടോ, അതേപോലെ തന്നെ നിൽക്കണം. കാരണം അടിഭാഗം ആ ലൈനെ തന്നെ നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലൈനിൽ നിന്നും മേപ്പോട്ട് വിടുക. കണ്ടോ? ഇനി നമ്മൾ ഇതിൽ തന്നെ ഉണ്ട് മെഷർ. നമ്മളോട് അടിഭാഗം എത്ര? ബോട്ടം 5 സെൻറ്റിമീറ്ററാണ് അല്ലേ? ഇനി ഇതിൽ സൈഡ് എത്ര പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ. ഈ സെറ്റ് സ്ക്വയറിൻ്റെ കണ്ട് ഈ വശമില്ലേ, ഈ വശം എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക. 3 ഇവിടെ അതുപോലെ എത്ര? 3. എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ വരുമെന്ന് നോക്കിയേ. സെറ്റ് സ്ക്വയർ തന്നെ എടുക്കുക. ഇത്ര വരുമെന്ന് നോക്കിക്കേ. ഇവിടെ എത്ര വന്നു കുഞ്ഞുങ്ങളെ? 5 തന്നെയല്ലേ വന്നത്. 5 സെൻറ്റിമീറ്റർ കാണുന്നുണ്ടോ? അപ്പം നേരെ കണ്ടോ, നേരെ നമുക്ക് സെറ്റ് സ്ക്വയർ കൊണ്ട് വരയ്ക്കാം. ചരിച്ചും നമുക്ക് സെറ്റ് സ്ക്വയർ കൊണ്ട്. അപ്പോൾ ഇവിടെ എത്ര? ഇവിടെ ആയിരിക്കും 5 ആയിരിക്കും, ഇവിടെ 3 തന്നെ ആയിരിക്കും. ഇത് വരച്ച് പഠിക്കണം. അല്ലാതെ നോക്കിയാൽ നമുക്കറിയോ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ വരച്ച് പഠിച്ചെങ്കിലേ ശരിയാവത്തുള്ളൂ. ഇത് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു സെറ്റ് സ്ക്വയർ വെച്ചാണ് നമ്മൾ ഇത് വരച്ച്. ഈ സെറ്റ് സ്ക്വയർ എന്നാൽ നമ്മൾ പറഞ്ഞ് 2 എണ്ണം ഉണ്ടുണ്ട്. ഇത് ഈ ചെറിയ ഇത് വെച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ എന്താ അപ്പുറത്തെ പേജ് വരയ്ക്കും. കുഞ്ഞുങ്ങളെ 10 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് 5ൽ കുത്തുക. നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ കുറിച്ച് മാത്രമാണ് ഈ ചാപ്റ്ററിൽ, അതായത് വരയും സർക്കിൾ വൃത്തങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇതിൽ 10 ഉണ്ടായിരുന്നല്ലേ? ശരിയാണ്. 0 മുതൽ 10 വരെ അല്ലേ വരച്ചിട്ട് ഈ സെറ്റ് സ്ക്വയർ എന്താണെന്നറിയോ? ഈ സെറ്റ് സ്ക്വയർ ഏറ്റവും ചെറിയ വശം എടുത്ത് വെക്കാനാണ് പറഞ്ഞത്. ഈ ചെറിയ വശം എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ഈ ചെറിയ വശം എടുത്ത് അതേ തന്നെ വെക്കണേ, മാറ്റല്ലേ. അതേ തന്നെ വെച്ചിട്ട് ചെറിയ വശം എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ? അപ്പോൾ എന്താണ്? കുറച്ചും കൂടി ചരിവുണ്ടാവുന്നുണ്ട് അവിടെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ അളവ് നോക്കുക. എത്ര നമ്മളോട് പറഞ്ഞത്? 3 സെൻറ്റിമീറ്ററാണ്. എത്ര? 3 സെൻറ്റിമീറ്റർ. 3 ഇവിടെ എത്ര? 3. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തപ്പോഴും എത്ര വരുന്നത്? 5 ഇത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. കണ്ടോ? 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. അതായത് താഴെ നമ്മൾ 5 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ എടുക്കും. ഇങ്ങോട്ടുള്ളതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇങ്ങനെ വെക്കുമ്പം സെറ്റ് സ്ക്വയർ നേരെ വെക്കാൻ അത് ഉപകരിക്കും. അതായത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ വശം വെച്ച് വരയ്ക്കാണ്ട് ഇതിനേക്കാൾ ചെറുതല്ലേ ഇത്. അപ്പം നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ആദ്യം വരച്ചത് ഈ സൈഡ് വെച്ചായിരുന്നു ഇല്ലേ? വലിയ വശം വെച്ചായിരുന്നു ആദ്യം വരച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യത്തെ പടം അല്ലേ? രണ്ടാമത്തെയോ ഈ ചെറിയ വശം വെച്ചായിരുന്നു വരച്ചത്. അപ്പം 2 വശം വെച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിലെ ആദ്യത്തെ സെറ്റ് സ്ക്വയറിൻ്റെ കാര്യം ആദ്യമേ പറയുന്നത്. കാണുന്നുണ്ടോ നിങ്ങളെ?
കണ്ടോ, ആദ്യമേ സെറ്റ് സ്ക്വയർ വെച്ച് ഇത്രയും ചരിച്ച് വരച്ചു. പിന്നീട് നോക്കിയേ, കണ്ടോ ഇത്രയും ചരിഞ്ഞ കണ്ടോ, ആ ചെറിയത് വെച്ചപ്പോൾ ഇത്രയും ചരിഞ്ഞ് വന്നത് കണ്ടോ, കാണുന്നുണ്ടോ? നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത പേജിൽ ആണ്ടേ ഹൗ എബൌട്ട് മാർക്കിംഗ് 3 cm ഓഫ് ഫ്രം ബോത്ത് ദ സ്ലാൻഡഡ് ലൈൻസ് ആൻഡ് ജോയിനിങ് ദി എൻഡ്. അടുത്ത ഈ പടം നോക്കിക്കേ, എങ്ങനെ വരയ്ക്കാം. അതായത് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എന്താ, ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഉണ്ട് ഇവിടെ ഇങ്ങോട്ട് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. കണ്ടോ, ഇത് നേരെയാണ് കേട്ടോ, നേരെ വരും കേട്ടോ. അങ്ങനെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയും വരയ്ക്കാമെന്നാണ് പറയുന്നത്. 3 സെൻറ്റിമീറ്റർ വെച്ച് സെറ്റ് സ്ക്വയർ തിരിച്ചും മറിച്ചും വെച്ച് 5, 3, 3 വെച്ചിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ച് നോക്കണം അത് കേട്ടോ. അടുത്ത അവർ ട്രയാങ്കിളും വരയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ, ഇവിടെ 5 സെൻറ്റിമീറ്റർ എടുക്കുക, 5 സെൻറ്റിമീറ്റർ, എന്നിട്ട് സെറ്റ് സ്ക്വയർ വെച്ചതിന് ശേഷം നേരെ അങ്ങോട്ട് വരയ്ക്കുക. ഈ സെറ്റ് സ്ക്വയർ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ, മനസ്സിലായോ? ഇനി എന്ത് ചെയ്യാം, ബാക്കി വരുന്നതിനെ അങ്ങ് മായ്ച്ച് കളഞ്ഞു വിടായോ. കാരണം രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എവിടെയാണോ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലേ, ഒരു ത്രികോണം ആയിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ കണ്ടോ, ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ത്രികോണം വരയ്ക്കാവുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? താണ്ട സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ വരച്ച് നോക്കണം കേട്ടോ. ഇത് എന്താ, സെറ്റ് സ്ക്വയർ തിരിച്ച് വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര, 5-ൽ നിന്ന് 5 ഇവിടെ വരേണ്ടത്. പക്ഷേ എന്താ, നമ്മളിവിടെ വന്നപ്പോൾ അങ്ങ് നിർത്തിയത് കൊണ്ട് എന്താ 5 ഇവിടെ ആവുന്നില്ല. ഇവിടെ ഇത് ഓരോ ഷേപ്പിലും നമുക്ക് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാവുന്നേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ പറയുന്നത് നോക്കിയതാണ്ടേ, ഓൾ ദി ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ 3 സെൻറ്റിമീറ്റർ ലെങ്ത്, ഡ്രോ ആൻഡ് കളർ ദം. നിങ്ങൾ 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു എന്താ പടങ്ങൾ വരച്ചിട്ട്, ഈ പടം കണ്ടോ നമ്മൾ മുമ്പ് വരച്ചില്ലേ, ഇതുപോലെ നിങ്ങൾ ആ സെറ്റ് സ്ക്വയറിൻ്റെ ഓരോ വശങ്ങൾ വെച്ചിട്ടും, ഞാൻ പറഞ്ഞില്ലേ ആ ഓരോ വശങ്ങൾ എന്ന് വെച്ചാൽ 30-ൻ്റെ 60-ൻ്റെ ഒക്കെ ചരിച്ച് വെച്ച് അങ്ങനെ വരച്ചിട്ട് ഇതുപോലെ കളർ അടിച്ച് കൊടുക്കണമെന്ന് കേട്ടോ. ഇതൊരു സ്ക്വയറാണ്, 4 സൈഡും ഒരുപോലെ ആയിട്ട് ഒരു സ്ക്വയറാണ്. അതുപോലെയൊക്കെ വരച്ചിട്ട് നിങ്ങൾ കളർ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത് നോക്കിയേ, ഫസ്റ്റ് പിക്ചർ ലെങ്ത് കളർ ഇൻ ദ സെക്കൻഡ് പിക്ചർ. അതായത് ഇതുപോലെ ഒരു പടം വരച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കളർ കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. കളർ അടിച്ച് തന്നെ പഠിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കൊച്ചു 5-ാം ക്ലാസ് അല്ലേ, അപ്പോൾ കളർ അടിച്ചൊക്കെ പഠിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ചരിച്ച് വെച്ച് വരയ്ക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. ഇതിനകത്തിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആ ചരിവ് നിങ്ങൾ നേരെയാണോ അല്ലയോ എന്ന് മാത്രം നോക്കേണ്ടി, ഈ ചരിച്ച് വരയ്ക്കത്തില്ലേ, അന്നേരം അത് നോക്കിയാൽ മതി. അതിനകത്തിൽ ആകെ അതേ പറയുന്നുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ്, സർക്കിളിനെ കുറിച്ചാണ്. എന്താണ് സർക്കിള്? സർക്കിൾ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, CIRCLE, എല്ലാത്തിൻ്റെയും സ്പെല്ലിംഗ് കൂടെ അറിയണം കേട്ടോ. സർക്കിൾ എന്ന് വെച്ചാൽ വൃത്തം. എന്താണ് വൃത്തം? എങ്ങനെയാണ് വൃത്തം വരയ്ക്കുന്നത് എന്നാണ്. ഇത് മിക്കവർക്കും തെറ്റുന്നത് കൊണ്ട് ഒന്നുകൂടെ പറയാം. സർക്കിൾ എന്ന് വെച്ചാൽ വൃത്തം. നമ്മളോട് പറയാം 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോമ്പസ് നേരെയാക്കുക എന്നുള്ളതാണ്. എന്താണ്? കോമ്പസിനെ നേരെ. അതായത് എപ്പോഴും കോമ്പസിനേക്കാൾ ചെറുത് മാത്രമേ പെൻസിലിടാവൂ കേട്ടോ. ഒരിക്കലും കോമ്പസിൽ വലിയ പെൻസിലിടരുത്. കാരണം നമ്മൾ റൗണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ പെൻസിൽ എന്ത് ചെയ്യും, തെറ്റി അളവ് മാറും. എപ്പോഴും വീട്ടിലെപ്പോഴും ഇതേ പെൻസിൽ കാണുമല്ലോ ചെറുത്, ആ ചെറിയൊരു പെൻസിൽ വേണം കോമ്പസിലിടാൻ കേട്ടോ കുഞ്ഞുങ്ങളെ. ആദ്യം അതാണ് ഓർക്കേണ്ടത്. പിന്നെ നമ്മളോട് ചോദിച്ചാൽ എത്ര, 3 സെൻറ്റിമീറ്റർ ഉള്ള 3 സെൻറ്റിമീറ്റർ ഉള്ള എന്ത് വരയ്ക്കാനാണ്, ഒരു സർക്കിൾ വരയ്ക്കാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ എടുത്തിട്ട്, കാണാൻ പറ്റുന്നുണ്ടോ, അതെ കോമ്പസിൻ്റെ മുനഭാഗം ആ 0-യിൽ കുത്തണം. പിന്നോ പെൻസിൽ എത്രയാണോ നമ്മളോട് ചോദിച്ചത് അതിൽ കുത്തണം. കാണുന്നുണ്ടോ? എന്താണ് കോമ്പസിൻ്റെ ചെവിട് ഭാഗം നടിയും. ഈ കോമ്പസ് എവിടെ കുത്തണം? 0-യിലും കുത്തണം, പെൻസിൽ 3-യിലും കുത്തണം. കാണുന്നുണ്ടോ? ഇനി നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു കാരണവശാലും കോമ്പസ് അനക്കരുത്. ഈ പെൻസിലും കോമ്പസ് കൂടെ അനക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം. ഒരു കാരണവശാലും അനക്കരുതെന്ന് വെച്ചാൽ അളവ് മാറും കേട്ടോ. നമ്മുടെ ഇത് ശരിയായിട്ടല്ല കോമ്പസ് ഇട്ടതെങ്കിൽ
കണ്ടോ, ഇത് ശരിയായിട്ടല്ല കറക്റ്റ് കിടക്കുന്നത്. കണ്ടോ, മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നത്. കാരണം നമ്മുടെ പെൻസിലിനോ സ്കെയിലിനോ എന്തെങ്കിലും ഒരു ഇത് പ്രശ്നം വരികയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ സ്ലിപ്പായി പോവും. അതായത് കോമ്പസ് ആദ്യം നല്ലതുപോലെ കുത്തുക, എന്നിട്ട് ഇതിന് ഒട്ടും മൂവ്മെൻറ്റ് വരാതെ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം. കണ്ടിങ്ങനെ കണ്ടോ, ഇതിനകത്ത് ഈ അഡീഷണൽ വന്നത് നമ്മുടെ കോമ്പസ് അനങ്ങുമ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എനിക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങൾ വരയ്ക്കില്ല, ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. കാരണം എന്താ, നമ്മുടെ കോമ്പസ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ഇത് ഏതെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കോമ്പസ് എന്താണ് അനങ്ങുമ്പം അതിൻ്റെ മെഷർ മാറും. നമ്മളോട് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 3 സെൻറ്റിമീറ്റർ എണ്ണം വരച്ചു. ഇതിനെ ഏതാണ്ട് ഈ ഭാഗത്തിന് പറയുന്ന പേര് സെൻറ്റർ എന്നാണ്. എന്താണ്? സെൻറ്റർ. മറക്കല്ലേ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ സെൻറ്ററിൽ നിന്നും എങ്ങോട്ട് വരച്ചാലും ഇങ്ങോട്ടോ 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 എങ്ങോട്ട് വരച്ചാലും അതിനെ റേഡിയസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആരം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? റേഡിയസ് അല്ലെങ്കിൽ ആരം. ഇതിനെ എന്താണ്? സെൻറ്റർ അല്ലേ, മധ്യഭാഗം അല്ല. എന്നിട്ടിതോ റേഡിയസ് അല്ലെങ്കിൽ ആരം. ഇനി സർക്കിളിനെ മൊത്തത്തിൽ, അതായത് പൂർണ്ണമായിട്ട് മുകളിൽ നിന്നും താപ്പോട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് കണ്ടോ, ഇങ്ങനെ ഫുള്ള് വരയ്ക്കത്തില്ലേ, അത് എങ്ങോട്ട് വേണം, ഒന്ന് ഇങ്ങോട്ടോ അല്ലെ ഇങ്ങോട്ടോ സെൻറ്ററിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇതിനെ ഡയാമീറ്റർ. എന്താണ്? DIAMETER, ഡയാമീറ്റർ. മനസ്സിലാകുന്നുണ്ടോ? അതിനെന്ത് പറയും? വ്യാസം അല്ലേ, ഡയാമീറ്റർ. ആരവും വ്യാസവും ഒക്കെയാണ്. ഡയാമീറ്റർ എന്താണ്? വ്യാസം. ഇപ്പം നമ്മൾ പഠിക്കുന്ന എന്തോത്തിനെക്കുറിച്ചാണ്? സർക്കിളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ സർക്കിളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കോമ്പസ് ടെസ്റ്റിൽ തന്നെ കോമ്പസ് പിടിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കണ്ടോ. കോമ്പസും സ്കെയിലും നിങ്ങൾ ആദ്യമായിട്ട് പിടിച്ച് വരയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഞാൻ തെറ്റിയത്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, തെറ്റിയതിനെക്കുറിച്ചൊക്കെ കണ്ടോ. നിങ്ങൾക്കും തെറ്റും, അത് നിങ്ങൾ ആദ്യമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും തെറ്റും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇതിൻ്റെ സെൻറ്ററിൻ്റെ സ്പെല്ലിംഗ് എന്തോ നിങ്ങൾ CENTRE കേട്ടോ, CENTRE. റേഡിയസ് RADIUS കേട്ടോ. ഇനി ഇതിനെ ഫുള്ള് പറയുന്ന പേരെന്താണ്? ഡയാമീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? സെൻറ്റർ, റേഡിയസ്, ഡയാമീറ്റർ ഇതിനകത്ത് തന്നിട്ടില്ല കേട്ടോ. ഡയാമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഫുള്ള്. ഇത് ഈ സെൻറ്ററിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഫുള്ള് വരയ്ക്കുന്നതിനെയാണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ വട്ടം കാണപ്പെടുന്നതിനെ സർക്കംഫറൻസ് എന്ന്, നിങ്ങൾക്കതില്ല. അപ്പോൾ ഇതെന്താണ്? സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഒരു സർക്കിളിൻ്റെ ഏറ്റവും മിഡിൽ ഭാഗത്ത്, നടുക്ക് ഭാഗത്തിന് പറയുന്ന പേരാണ് എന്താണ്? സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സെൻറ്ററിൽ നിന്നും നമ്മുടെ ഈ സർക്കംഫറൻസിലോട്ട്, അതായത് ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് വരുന്നതിനെ എന്താ പറയുന്നത്? റേഡിയസ് കേട്ടോ. ഇനി ഇതിനെ മൊത്തത്തിൽ വരുന്നതിനെ ഡയാമീറ്റർ എന്നും പറയുന്നു. ഇനി നോക്കിക്കേ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. നമുക്ക് നോക്കാം തെറ്റാതെ ഒന്ന് വരയ്ക്കാൻ പറ്റുമെന്ന്. 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റേഡിയസ് വരയ്ക്കാൻ. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ആ 4 സെൻറ്റിമീറ്റർ കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുക, എന്നിട്ട് 0യിൽ തൊട്ടിട്ട് വേണം 4 സെൻറ്റിമീറ്റർ എടുക്കാൻ. എന്താണ്? 0 to 4. തെറ്റല്ലേ കുഞ്ഞുങ്ങളെ? എനിക്ക് തെറ്റിയാലും നിങ്ങൾക്ക് തെറ്റല്ലേ? അതെ, 0 to 4 കാണാൻ പറ്റുന്നുണ്ടോ? 0യിലാണേ വെക്കേണ്ടത്. നിങ്ങളെല്ലാവരും എപ്പോഴും ഓർത്തോണം, 0യിൽ നിന്നും 4ലോട്ട് കണ്ടോ. എന്നിട്ട് ഇത് അനക്കരുത് കേട്ടോ. അനക്കാതെ എന്താ ഞാനിവിടെ കിടന്നേ ഒരു പഴയ കോമ്പസ് എടുത്തതാട്ടോ, അതുകൊണ്ട് ചെറിയൊരു പുതിയതല്ല. നിങ്ങളുടെയൊക്കെ പുതിയ കോമ്പസും പെൻസിലും ഒക്കെ ആയിരിക്കുമല്ലോ. കണ്ടോ കുഞ്ഞുങ്ങളെ? ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്നും നിങ്ങൾ നോക്കണം നിങ്ങളുടെ റേഡിയസ് എത്രയാണ്. സെൻറ്ററിൽ നിന്നും റേഡിയസ് എത്ര, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്ന് നോക്കണം. നിങ്ങളുടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ചിത്രം ശരിയാണ്. മനസ്സിലായോ? സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ വരച്ച് നോക്കണം. സർക്കിളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് സർക്കിളിന് എത്രയാണോ നമുക്ക് അളവ് തരുന്നത്, 4
4 സെൻറ്റിമീറ്റർ വരയ്ക്കാനാണെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് സ്കെയിൽ വെച്ച് അളന്ന് നോക്കണം നിങ്ങളുടെ 4 സെൻറ്റിമീറ്റർ ആണോ. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഈ പടം തെറ്റാണ്, കുറവാണെങ്കിലും തെറ്റാണ് കേട്ടോ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ തന്നെ ആണോ എന്ന് നോക്കിയിട്ട് വേണം. ഓക്കെ, ഇനി നിങ്ങളോട് പറഞ്ഞുതണ്ടേ ഇതെങ്ങനെ വരയ്ക്കുമെന്ന്. അതെങ്ങനെ വരയ്ക്കാമോ നിങ്ങളെ? എൻ്റെ കോമസ് ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് എന്നാലും ഞാൻ ട്രൈ ചെയ്യും. നോക്കിക്കേ, ഈ പടം എങ്ങനെ വരയ്ക്കും? പടം കണ്ടായിരുന്നോ? കണ്ട ഈ പടം നിങ്ങൾ എങ്ങനെ വരയ്ക്കുമെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ, അവിടെ മെഷർ വല്ലതും തന്നിട്ടുണ്ടോ നമ്മളോട്? 4 സെൻറ്റിമീറ്റർ തന്നെന്നാണെന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുക്കണം. സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുക്കണം. എപ്പോഴും അത് മറക്കല്ലേ. 0-ൽ നിന്നും എത്ര ആണോ നമ്മളോട് ചോദിച്ചത് അവിടോട്ട് കുത്തണം. സെൻറ്ററിൽ നിന്നും 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിള് വരയ്ക്കണം. കണ്ടോ? ഇനി എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞു ഇത് അളന്ന് നോക്കണം, എത്രയുണ്ട്, 4 ഉണ്ടോ എന്ന് നോക്കുക. 0-ൽ തൊട്ടിട്ട് 4 ഉണ്ടല്ലോ, 4 സെൻറ്റിമീറ്റർ. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇനി എന്തോ എന്നറിയോ, ഈ സെൻറ്ററിൽ തൊട്ടിട്ട് കേട്ടോ, ഇവിടെ വന്നില്ലേ, ഈ കുത്തേ വന്നില്ലേ, ഇവിടെ വന്നിട്ട് വീണ്ടും അതേപോലെ ഒരെണ്ണം വരയ്ക്കാനാണ് പറഞ്ഞത്. സ്കെയിലല്ല, കണ്ടോ, എൻ്റെ ഒരു ഇച്ചിരി ചാട്ടക്കാരിയാന്ന് തോന്നുന്നു. കണ്ടോ? കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അത് സെയിം ഇത് നിങ്ങളുടെ പെൻസിലും സ്കെയിലും ഒക്കെ നല്ലപോലെ മെഷർ, നിങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടുമല്ലോ, അപ്പോൾ ഇച്ചിരി കൂടെ നല്ലപോലെ പിടിച്ചിട്ട് കിട്ടുന്ന. കണ്ടോ? ആദ്യമേ നമ്മളെന്താ 4 സെൻറ്റിമീറ്റർ ഒരെണ്ണം വരയ്ക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്നും അതിൻ്റെ ആ സർക്കംഫറൻസ്, അതായത് അതിൻ്റെ എൻഡിലോട്ട് കുത്തുക. എന്നിട്ട് ആ കുത്തിൽ നിന്ന് വേണം അടുത്തത് വരയ്ക്കാൻ. ഇതാണ് ഫസ്റ്റ് പടം. കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇനി എങ്ങനെ അടുത്ത പടം കണ്ടുന്നുണ്ടോ? ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കിയേ. നമ്മൾ ഇവിടുന്ന് എത്ര 4 അല്ലേ പറഞ്ഞത്? അപ്പം 4 ആകുമ്പോൾ ഇവിടോട്ട് വരും. ഇവിടെ വന്ന് 4. ഇനി ഇവിടെ നിന്നും അവർ പറഞ്ഞു വീണ്ടും 4 എടുക്കുക. നിങ്ങളുടെ ടെസ്റ്റിലെ പടം കേട്ടോ, 4. അതുപോലെ തന്നെ മേളിലോട്ടും കൊടുക്കാൻ 4 തന്നെ വേണേ. 4 അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ് കേട്ടോ. 4. അവിടെ എന്തോ ആയി, അവിടെ എന്തോ ഒരു പടം ഫോമായില്ലേ. കണ്ടോ? അത് കണ്ടോ കുഞ്ഞുങ്ങളെ? ഇങ്ങനെ വരും നമ്മുടെ പടം. നമ്മുടെ ടെസ്റ്റിലെ പടം എങ്ങനെ വരയ്ക്കുമെന്നാണ് കേട്ടോ. ഈ പടം എങ്ങനെ അതിന് കളർ കൊടുത്ത് ചെയ്യാനാണ് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞേക്കുന്നത് കേട്ടോ. കളർ കൊടുക്കുമോ നിങ്ങൾ? കളർ ക്രയോണൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എടുത്ത് വരച്ച് തന്നെ പഠിക്കണം കേട്ടോ. അതാണ്ടേ അടുത്തത് പറഞ്ഞോ അതുപോലെ തന്നിട്ടുണ്ട്. അതും എത്ര പറഞ്ഞേക്കുന്നത് കാണുന്നുണ്ടോ? അതാണ്ട് ഇതെങ്ങനെയാണ്? അത് 3 എണ്ണം വരുന്നുണ്ടല്ലേ. അതും എങ്ങനെ വരയ്ക്കും കുഞ്ഞുങ്ങളെ? അത് എത്ര പറയുന്നേ അളവ്? നമുക്ക് 6 സെൻറ്റിമീറ്ററുള്ള ഒരു വര വരയ്ക്കാം. എത്ര? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 0 to 6. എന്നിട്ട് 3-ൽ ഒരു കുത്ത് കൊടുക്കുക കേട്ടോ. 3-ലൊരു കുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ജോലി എന്താ? ഇതിൻ്റെ അളവ് കണ്ടോ, അത് വെച്ചിട്ട് ഈ ഫസ്റ്റ് കുത്തേ വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഫസ്റ്റ് കുത്തിൽ ഈ കോമ്പസ് അങ്ങ് അനങ്ങ് വന്നല്ലോ. അളവ് കൂടുക. കോമ്പസ് അനങ്ങുന്നുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. ഞാൻ ഓരോ ദിശയിലോട്ടും ഈ എഡ്ജ് ഭാഗമില്ല കേട്ടോ. ഇത് 3 സെൻറ്റിമീറ്റർ നിങ്ങളുടെ റൗണ്ടിൽ തന്നെ വരും അത്. എന്നിട്ട് താണ്ടി ഈ കുത്തിൽ വെച്ചിട്ട് കണ്ടോ? നിങ്ങൾ ആദ്യമേ എത്ര? 6 സെൻറ്റിമീറ്റർ ഒരെണ്ണം വരയ്ക്കുക. അത് വരച്ചായിരുന്നോ കുഞ്ഞുങ്ങളെ? 6. എന്നിട്ട് ഫസ്റ്റിൽ കുത്തിയിട്ട് കേട്ടോ, അത് നിങ്ങളെ മറക്കല്ലേ. കണ്ടോ? ഫസ്റ്റിൽ കുത്തിയിട്ട് 3 വെച്ച് ഒരെണ്ണം വരയ്ക്കുക. പിന്നെ ലാസ്റ്റിൽ വെച്ചിട്ട് 3 വെച്ച് ഒരെണ്ണം വരയ്ക്കുക. ഇത്ര ഓക്കെ ആണോ? ഇനി ഈ സെൻറ്റർ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നിടത്ത് വെച്ചിട്ട് ഒരെണ്ണവും കൂടെ വരയ്ക്കാൻ. സെൻറ്റർ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ആ ലൈനയിലൊരു കുത്ത് നമ്മൾ കുത്തി വിടില്ലേ, അത് രണ്ടും കൂടെ വെച്ച് ഒരെണ്ണം വരയ്ക്കണം. കണ്ടോ? ഇപ്പോൾ എത്ര എണ്ണമായി? 3 എണ്ണം.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആദ്യം 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ 1, 3, 6 ഒന്നല്ലേ 0 ആണ് കേട്ടോ. 0, 3, 6 അതിന് സ്കെയിലിൽ ഞാൻ പറയുന്നത് കേൾക്കണം കേട്ടോ. 0, 3, 6 അതായത് 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ 0യെ കുത്തിയിട്ട് 3 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. 6 കുത്തിയിട്ട് 3 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നടുക്ക് 3ൻ്റെ അവിടെ കുത്തിയിട്ട് ഒരെണ്ണം വരയ്ക്കുക. ഇനി നിങ്ങളോട് പറഞ്ഞ എന്താണ്, ഇതിനെ എല്ലാം ജോയിൻ ചെയ്യിക്കണമെന്ന് പറഞ്ഞത്. എവിടോട്ടൊക്കെയാണ്? കണ്ടേ, ഇവിടുന്ന് ഇത് ജോയിൻ ചെയ്ത സ്ഥലത്തോട്ട് കൊണ്ടുവരണം. കണ്ടോ? എന്നിട്ടോ ഇവിടുന്ന് ഇത് ജോയിൻ ചെയ്തെടുത്തോട്ട് ഇങ്ങോട്ട്. കണ്ടോ? എന്നിട്ടോ ഇവിടുന്ന് ഇത് ജോയിൻ ചെയ്ത സ്ഥലത്തോട്ട്. കണ്ടോ? ഇങ്ങനെ ജോയിൻ വരുന്നത് എവിടൊക്കെയാണോ, അതായത് ഇവർ കൂട്ടിമുട്ടുന്നത് എവിടൊക്കെയാണോ അവിടോട്ടൊക്കെ എല്ലാം ഓരോ ലൈൻ വരച്ചു കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എല്ലാം എളുപ്പ വഴി വെച്ച് ഞാനങ്ങ് പറയും കേട്ടോ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതിനൊക്കെ കളർ അടിച്ച് കൊടുക്കാനാണ് പറയുന്നത്. അതായത് ഇത് ആദ്യമേ 6 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ 1, 3, 6 അതിൽ ഈ 1 കുത്തിയിട്ട് ഒരു സർക്കിള്, 6 കുത്തിയിട്ടൊരു സർക്കിള്, എന്നിട്ട് നടുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തൊരു സർക്കിള്. പിന്നെ ഇതെവിടെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം എന്ത് കൊടുക്കണം? ഓരോ ലൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 ഒരു ഹെക്സഗൺ അവിടെ ഫോം ചെയ്യും കേട്ടോ. നിങ്ങളെ ഒരു ഹെക്സഗൺ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനിയും പിന്നെ നിങ്ങൾക്ക് ഇത്രയും പഠിച്ചിരുന്നാൽ മതി സർക്കിളിൻ്റെ. ഇനി അതിനെ ഒരു പൂവാക്കി മാറ്റാനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ സമയമെടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമില്ലേ, സമയം എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് ടെസ്റ്റിനകത്തിൽ ഇതിനെ ഒരു പൂവാക്കി മാറ്റാനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ക്ലാസ് 5ൻ്റെ നമ്മൾ ആദ്യത്തെ പാഠം ലൈൻസ് ആൻഡ് സർക്കിൾ എന്നുള്ള പാഠമാണ്. അതിൻ്റെ ലൈൻസ് ആൻഡ് സർക്കിൾ എന്നുള്ള പാഠത്തിൽ ആദ്യമേ സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു. സെറ്റ് സ്ക്വയർ ചരിച്ച് വെച്ച് വരയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ലിങ്ക് നേരത്തെ ഇട്ടിട്ടുണ്ട്, ഇപ്പം ഒന്നുകൂടി ഇട്ടതാണ്. ചരിച്ച് വെച്ച് എങ്ങനെ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് സർക്കിളിനെ കുറിച്ചാണ്. എപ്പോഴും ഓർത്തോണം, സർക്കിൾ വരയ്ക്കുമ്പം കോമ്പസ് എടുക്കുമ്പോൾ കോമ്പസിനേക്കാൾ ചെറുത് വേണം പെൻസിൽ എടുക്കാൻ. നിങ്ങൾ ആദ്യമേ അത് ഓർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കാൻ നേരം അതിൻ്റെ സെൻറ്ററുണ്ട് അല്ലേ, സർക്കിളിൻ്റെ സെൻറ്ററുണ്ട്. റേഡിയസ് എന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്നും പോകുന്നതാണ്, അതായത് അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും പോകുന്ന ലൈന് പറയുന്ന പേരാണ് റേഡിയസ്. ഇനി ആ ഫുള്ള് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസമെന്ന് പറയുന്നു. ഇതാണ് സർക്കിളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ആ സർക്കിളിനകത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എളുപ്പം മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററുമാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞുങ്ങളെ. മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കത് മനസ്സിലായില്ല, ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്നുണ്ടെങ്കിൽ അടുത്ത പാർട്ടും കൂടെ നമുക്ക് ഇടാം. കാരണം നിങ്ങളുടെ ഇഷ്ടമാണല്ലോ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, താങ്ക് യു.